ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പത്തനംമാറ്റിൻ്റെ വരാൻ പോകുന്ന കുറച്ച് നല്ല അടിപൊളി എപ്പിസോഡുകളുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ നമുക്കറിയാം, നാഗേന്ദ്രനും ഡേവിഡും ചേർന്നൊരുക്കിയ കെണിയിൽ നവ്യ ഇപ്പോൾ പെട്ടുപോയിരിക്കുകയാണ്. ഡേവിഡ് നൽകിയ വ്യാജ DNA റിപ്പോർട്ടിൽ വിശ്വസിച്ച് അഭി നിരപരാധിയാണെന്നും തന്റെ കുടുംബം തന്നെ ചതിക്കുകയാണെന്നും ഉറപ്പിക്കുന്ന നവ്യ ആദർശിനെയും നയനെയും ഒക്കെ ശത്രുക്കളായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. മറുവശത്ത് AN ജ്വല്ലറി വഴി ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ടുകൾ വിൽക്കാനുള്ള നാഗേന്ദ്രന്റെ പദ്ധതികൾ അണിയറയിൽ സജീവമാണ്. പക്ഷേ മാളവികയെ കൊണ്ട് ഈ വ്യാജ വജ്രങ്ങൾക്കായി ഡിസൈനുകൾ ചെയ്യിപ്പിക്കുമ്പോൾ അത് തങ്ങളെ തകർക്കാനുള്ള കെണിയാണെന്ന് പാവം നാഗേന്ദ്രൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. അങ്ങനെ AN ജ്വല്ലറിയിലെ തട്ടിപ്പുകൾ കൈയോടെ പിടികൂടാൻ വേണ്ടി ആദർശും മാളവികയും ചേർന്ന് അതീവ രഹസ്യമായ ഒരു സൂത്രം പ്രയോഗിക്കാൻ തീരുമാനിക്കുകയാണ്. ഡേവിഡിന്റെയും നാഗേന്ദ്രന്റെയും കണ്ണു വെട്ടിച്ച് മാളവിക തയ്യാറാക്കുന്ന പുതിയ ആഭരണ ഡിസൈനുകളിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു പ്രത്യേക വിദ്യ മാളവിക അതിൽ ഒളിപ്പിച്ചു വെച്ചു. വജ്രങ്ങൾ പതിപ്പിക്കുന്ന ആഭരണങ്ങളുടെ നിർമ്മാണ വേളയിൽ തന്നെ ശത്രുക്കളുടെ പതനം ഉറപ്പാക്കുന്ന ഒരു രഹസ്യ അടയാളം ഓരോന്നിലും പതിപ്പിക്കാൻ മാളവികയ്ക്ക് സാധിച്ചു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് അതീവ സുന്ദരമായ ഡയമണ്ട് ആഭരണങ്ങളായിട്ട് തോന്നുമെങ്കിലും അതിന്റെ ഉള്ളറകളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ചതിക്കുഴി നാഗേന്ദ്രനോ ഡേവിഡോ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഈ ആഭരണങ്ങൾ വിപണിയിൽ എത്തുന്ന നിമിഷം തന്നെ അവയുടെ കള്ളത്തരം തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലാണ് ആദർശ് തന്റെ കരുക്കൾ നീക്കിയിരിക്കുന്നത്. താൻ ഒരുക്കുന്ന ഈ രഹസ്യ ചൂണ്ടയിൽ നാഗേന്ദ്രൻ അഭിമാനത്തോടെ വന്ന് കൊത്തുമെന്ന് ആദർശിന് ഉറപ്പാണ്. ഏതായാലും മാളവികയുടെ കൈവിരത്തിൽ വിരിഞ്ഞ ആ ആഭരണങ്ങൾ AN ജ്വല്ലറിയുടെ ഖ്യാതി ഉയർത്തുമെന്ന വ്യാമോഹത്തിൽ ശത്രുക്കൾ ആ തന്ത്രത്തിൽ വീണു കഴിഞ്ഞു. ആ സൂത്രം എന്താണെന്ന് വെളിപ്പെടുത്താതെ തന്നെ ശത്രുക്കളുടെ നാശം ഉറപ്പാക്കി ആദർശം മാളവികയും തങ്ങളുടെ നീക്കങ്ങൾ അതീവ ജാഗ്രതയോടെ പൂർത്തിയാക്കി. ഇതിനിടയിലാണ് AN ജ്വല്ലറിയുടെ യഥാർത്ഥ നിയന്ത്രണം ആരുടെ കൈകളിലാണെന്ന് രഹസ്യം കണ്ടെത്താൻ അഭി തീരുമാനിക്കുന്നത്. ഡേവിഡിന്റെ ഓരോ നീക്കങ്ങളും അതീവ രഹസ്യമായി പിന്തുടർന്ന അഭി ഒടുവിൽ ചെന്നെത്തിയത് നാഗേന്ദ്രന്റെ രഹസ്യ താവളത്തിലാണ്. അവിടെ വെച്ച് നാഗേന്ദ്രൻ വെളിപ്പെടുത്തിയ സത്യങ്ങൾ കേട്ട് അഭി തരിച്ചു നിന്നുപോയി. താൻ അച്ഛനില്ലാത്തവനല്ലെന്നും നാഗേന്ദ്രന്റെ സ്വന്തം രക്തമാണെന്നുമുള്ള വെളിപ്പെടുത്തൽ ഒരു ഇടുത്തി പോലെയാണ് അഭിക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ അനന്തപുരി തറവാടിനെ തകർക്കാൻ തന്നെ ഒരു ചാരനായി ഉപയോഗിക്കുകയായിരുന്നു തന്റെ അച്ഛനെന്ന് അഭിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ. തന്നെ ഇത്രയും കാലം സഹായിച്ചത് വെറും ഒരു സ്നേഹം കൊണ്ടല്ലെന്നും തറവാടിനോടുള്ള പക തീർക്കാൻ തന്നെ കരുവാക്കുകയായിരുന്നു എന്നുമുള്ള നാഗേന്ദ്രന്റെ വാക്കുകൾ കേട്ട് അഭി ആദ്യം ഭയന്നെങ്കിലും ആ വെളിപ്പെടുത്തൽ അവന്റെ ഉള്ളിലെ കള്ളത്തരങ്ങളെ കൂടുതൽ ഉണർത്തുകയായിരുന്നു. താൻ നാഗേന്ദ്രനെ പോലെ വലിയൊരു സാമ്രാജ്യത്തിന്റെ ഉടമയുടെ മകനാണെന്ന തിരിച്ചറിവ് അഭിയിൽ പുതിയൊരു അഹങ്കാരം നിറച്ചു. അനന്തപുരി തറവാട്ടിലുള്ള തന്റെ നിലനിൽപ്പിനേക്കാൾ വലുത് നാഗേന്ദ്രൻ വാഗ്ദാനം ചെയ്ത അധികാരവും പണവുമാണെന്ന് അഭി അങ്ങനെ ഉറപ്പിക്കുകയാണ്. ഇത്രയും കാലം താൻ ചെയ്ത ചതികൾക്ക് അച്ഛന്റെ പിന്തുണയുണ്ടെന്ന് അറിഞ്ഞതോടെ ഭയം മാറി പ്രതികാര ബുദ്ധിയാണ് അവനിൽ ജ്വലിച്ചത്. സ്വന്തം പിതാവിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന ധൈര്യം അവനെ കൂടുതൽ ക്രൂരനാക്കി മാറ്റി. ഒടുവിൽ നാഗേന്ദ്രന്റെ അതേ സ്വഭാവത്തോടെ ആ ചതിയുടെ ഭാഗമാകാനും സ്വന്തം കുടുംബത്തെ തന്നെ നശിപ്പിക്കാനും അഭി ഉറച്ച തീരുമാനമെടുക്കുന്നു. സ്നേഹിച്ചവരെ എല്ലാം വഞ്ചിച്ചുകൊണ്ട് നാഗേന്ദ്രന്റെ പ്ലാനുകൾ നടപ്പിലാക്കാൻ അവൻ തയ്യാറായി. നാഗേന്ദ്രന്റെ രക്തമാണ് തന്നിലൂടെ ഓടുന്നതെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അനന്തപുരി തറവാടിന്റെ നാശം മാത്രമായി അഭിയുടെ ഏക ലക്ഷ്യം. അച്ഛനും മകനും കൂടി ആ ചതിയിൽ കൈകോർക്കുന്നതോടെ കഥ കൂടുതൽ കുഴപ്പങ്ങളിലേക്കാണ് പിന്നീട് പോകുക. അങ്ങനെ ഇരിക്കെ നാഗേന്ദ്രൻ ആ സത്യം കൂടെ അഭിയോട് വെളിപ്പെടുത്തുന്നുണ്ട്. അഭി, നീ വിചാരിക്കുന്നത് പോലെ നീ ഒറ്റയ്ക്കല്ല ആ തറവാട്ടിൽ. നിന്നെ പോലെ തന്നെ ആ വീട് തകരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടെ അവിടെയുണ്ട്. അത് അവന്തികയാണ്. ഇത് കേൾക്കുന്നതോടെ അഭിയുടെ കോൺഫിഡൻസ് അങ്ങ് പീക്കിലെത്തും. പിന്നെ നമുക്ക് പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്ന ഭാവത്തിൽ അവൻ അവന്തികയുമായിട്ട് കൈകോർക്കുന്നു. ജലജ കൂടെ ഇവർക്കൊപ്പം ചേരുന്നതോടെ തറവാടിനുള്ളിൽ ഒരു സീക്രട്ട് ടീം തന്നെ റെഡിയായി. സത്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ജലജ ആദ്യം ഒന്ന് പകച്ചുപോയെങ്കിലും തന്റെ മക്കളുടെ സുരക്ഷിതത്വവും അവരുടെ സാമ്പത്തിക വളർച്ചയുമാണ് തറവാടിന്റെ നന്മയേക്കാൾ വലുതെന്ന് ജലജ ഉറപ്പിച്ചു. ആദർശിന്റെയും നയനയുടെയും സ്വാധീനം തറവാട്ടിൽ കൂടുന്നത് ജലജയ്ക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് മക്കളുടെ കൂടെ നിന്നാൽ തറവാടിന്റെ സകല സ്വത്തുക്കളും സ്വന്തമാക്കാമെന്നും ആദർശിനെ എന്നേക്കുമായി പുറത്താക്കാമെന്നും ജലജ സ്വപ്നം കണ്ടു തുടങ്ങി. മക്കളുടെ ചതിയെ തടയുന്നതിന് പകരം അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കാൻ ജലജയും തയ്യാറായതോടെ ആ വീടിനുള്ളിൽ ഒരു വലിയ ശത്രുപാളയം തന്നെ ഉയർന്നു. ഒടുവിൽ അഭി, ജലജ, അവന്തിക എന്നിവർ അതീവ രഹസ്യമായി ഒത്തുചേർന്ന് അനന്തപുരി തറവാടിന്റെ അന്ത്യം കുറിക്കാനുള്ള പദ്ധതികൾക്ക് രൂപം നൽകുന്നു. പുറമെ എല്ലാവരോടും സ്നേഹം അഭിനയിക്കുമ്പോഴും ഉള്ളിൽ കുടുംബത്തെ ചതിക്കാനുള്ള പ്ലാനുകൾ അവർ ഓരോ നിമിഷവും ചർച്ച ചെയ്തു. ജലജ വീടിനുള്ളിലെ വിവരങ്ങൾ ചോർത്തി നൽകുമ്പോൾ അവന്തിക നാഗേന്ദ്രനുമായി ചേർന്ന് ബിസിനസ് തകർക്കാനുള്ള ചരടുവലികൾ നടത്തി. അഭിയാണെങ്കിൽ AN ജ്വല്ലറി വഴി കുടുംബത്തെ നിയമക്കുരുക്കിൽപ്പെടുത്താൻ കരുക്കൾ നീക്കി. അങ്ങനെ അനന്തപുരി തറവാട് വലിയൊരു ദുരന്തത്തിലേക്ക് നീങ്ങാൻ പോകുന്ന ആ സമയത്താണ് കിടപ്പിലായിരുന്ന അനഘ സാവധാനം സംസാരിച്ചു തുടങ്ങിയെന്ന വിവരം നയനയ്ക്ക് മനസ്സിലാകുന്നത്. അനഘയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയെന്നും അവൾ സത്യങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറാണെന്നും തിരിച്ചറിഞ്ഞതോടെ നവ്യ അവിടെ എത്തിക്കാൻ ആദർശ് തീരുമാനിക്കുകയാണ്. അഭിയെ അന്ധമായി വിശ്വസിച്ച് സ്വന്തം കുടുംബത്തെ ശത്രുവായി കണ്ടിരുന്ന നവ്യയെ സത്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇതിലും വലിയൊരു അവസരം വേറെ ഇല്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ നവ്യ അവിടെ എത്തിയപ്പോൾ കണ്ടത് ക്ഷീണിതയെങ്കിലും ദൃഢനിശ്ചയത്തോടെ ഇരിക്കുന്ന അനഘയെയാണ്. അനഘയുടെ ഇടറിയ വാക്കുകൾ കേട്ടതും നവ്യ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോയി. ഭയം വരാൻ തുടങ്ങുകയാണ്. ഏതായാലും അനഘ പിന്നീട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ്. അഭി തന്നെ എങ്ങനെയൊക്കെയാണ് ചതിച്ചതെന്നും ചന്തമോൾ അഭിയുടെ
സ്വന്തം രക്തമാണെന്നും തെളിവുകൾ സഹിതം അനഘ വെളിപ്പെടുത്തുകയാണ്. ഡേവിഡ് പറഞ്ഞ DNA റിപ്പോർട്ട് വെറും കള്ളക്കഥയാണെന്നും ഒറിജിനൽ രേഖകൾ അനഘ നവ്യയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അനഘ പറഞ്ഞ ഓരോ വാക്കുകളും നവ്യയുടെ നെഞ്ചിൽ ആഴത്തിൽ പതിഞ്ഞുകൊണ്ടിരുന്നു. താൻ ഇത്രയും കാലം സ്നേഹിച്ചതും വിശ്വസിച്ചതും ഒരു കൊടും ചതിയനെയാണെന്ന് തിരിച്ചറിവ് നവ്യയെ തകർത്തു കളയുന്നു. ഒരു മണ്ടിയെ പോലെ അഭിയുടെ നാടകങ്ങളിൽ വീണുപോയതും തന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആദർശേട്ടനെയും നയനെയും ക്രൂരമായി പരിഹസിച്ചതും ഓർത്ത് നവ്യയ്ക്ക് സ്വയം വെറുപ്പ് തോന്നി. അനഘയുടെ വാക്കുകൾ കേട്ട് വിങ്ങിപ്പൊട്ടിയ നവ്യ താൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പില്ലെന്ന് പറഞ്ഞു ആദർശന്റെയും നയനയുടെയും കാൽക്കൽ വീണ് പൊട്ടിക്കരയുകയാണ്. സ്നേഹത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ഒരു മൃഗത്തിനൊപ്പമാണ് താൻ കഴിഞ്ഞിരുന്നതെന്ന് നവ്യ വേദനയോടെ തിരിച്ചറിഞ്ഞു. എന്തായാലും ആ പൊട്ടിക്കരച്ചിലിന് പിന്നാലെ നവ്യയുടെ ഉള്ളിൽ വലിയൊരു പ്രതികാര ബുദ്ധിയാണ് ഉദിക്കുന്നത്. തന്നെയും കുടുംബത്തെയും തകർത്ത അഭിയെയും നാഗേന്ദ്രനെയും വെറുതെ വിടില്ലെന്ന് നവ്യ അവിടം തൊട്ട് ഉറപ്പിക്കുകയാണ്. മാത്രമല്ല താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം പ്രായശ്ചിത്തമായി ഇനി ആദർശേട്ടനോടൊപ്പം നിന്ന് ഈ ചതികളെ എല്ലാം നേരിടുമെന്ന് നവ്യ ശപഥം ചെയ്യുന്നു. നവ്യയുടെ ഈ മാറ്റം അതോടെ അനന്തപുരി തറവാടിന്റെ ഉയർത്തെഴുന്നേൽപ്പിനും ശത്രുക്കളുടെ തകർച്ചയ്ക്കും ഒക്കെ തുടക്കമിടുകയാണ്. അങ്ങനെ ഒരിക്കൽ AN ജ്വല്ലറിയുടെ പ്രൗഢഗംഭീരമായ ലോഞ്ചിങ് ചടങ്ങ് നടക്കുകയാണ്. നാഗേന്ദ്രനും ഡേവിഡും ചേർന്ന് കെട്ടിപ്പൊക്കിയ ആ ചതിയുടെ സാമ്രാജ്യം അതിന്റെ ഉച്ചിയിൽ നിൽക്കുന്ന സമയം. മാളവിക ഡിസൈൻ ചെയ്ത അതിമനോഹരമായ ആഭരണങ്ങൾ കണ്ട് അതിഥികൾ അത്ഭുതപ്പെടുമ്പോൾ തങ്ങൾ വിജയിച്ചു എന്ന അഹങ്കാരത്തിലായിരുന്നു ശത്രുക്കൾ. എന്നാൽ ആ ആഘോഷങ്ങൾക്കിടയിലേക്ക് ഇടുത്തി പോലെ ആദർശും സേവ്യറും പോലീസുമായി കടന്നു വന്നു. ആദർശിന്റെ മുഖത്തെ ആത്മവിശ്വാസം കണ്ടപ്പോൾ തന്നെ നാഗേന്ദ്രന്റെ ഉള്ളിൽ ഒരു ഭയം നിഴലിച്ചു. പിന്നീട് മാളവികയുടെ കൈവിരതിൽ വിരിഞ്ഞ ആ ആഭരണങ്ങൾ ഓരോന്നും വെറും കല്ലുകളാണെന്നും നാഗേന്ദ്രൻ നടത്തിയ വൻ തട്ടിപ്പാണിതെന്നും ആദർശ് തെളിവുകൾ സഹിതം അവിടെ വെളിപ്പെടുത്തുകയാണ്. സേവ്യർ ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളും മാളവിക രഹസ്യമായി കരുതി വെച്ച രേഖകളും പുറത്തു വന്നതോടെ നാഗേന്ദ്രന്റെയും ഡേവിഡിന്റെയും മുഖമൂടികൾ ഓരോന്നായി അഴിഞ്ഞു വീണു. നിയമത്തിന്റെ കുരുക്ക് മുറുകുന്നത് കണ്ട നാഗേന്ദ്രനും ഡേവിഡും അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നന്ദുവിന്റെ പോലീസ് അവരെ വളഞ്ഞു പിടിച്ചു. ഇത്രയും കാലം സ്നേഹവും നീതിയും പ്രസംഗിച്ച നാഗേന്ദ്രൻ വെറും ഒരു തട്ടിപ്പുകാരനാണെന്ന് ലോകം തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. കാണികൾക്കിടയിൽ പരിഹാസ്യരായി തലകുനിച്ചു നിൽക്കുന്ന നാഗേന്ദ്രനെയും ഡേവിഡിനെയും പോലീസ് വിലങ്ങ് വെച്ചുകൊണ്ട് പോകുമ്പോൾ മൂർത്തീസ് ജ്വല്ലറിയെയും അനന്തപുരി തറവാടിനെയും ഇല്ലാതാക്കാൻ നോക്കിയവരെല്ലാം ഇപ്പോൾ തകർന്ന് തരിപ്പണമായി എന്ന് തന്നെ പറയാം. എന്നാൽ പോരാട്ടം അവിടെ കൊണ്ടും അവസാനിച്ചില്ല. തറവാടിനുള്ളിലെ ശത്രുവിനെ നേരിടാൻ നവ്യ തന്നെ മുന്നോട്ട് വന്നു. തന്നെയും തന്റെ കുടുംബത്തെയും ഇത്രത്തോളം വേദനിപ്പിക്കുകയും വഞ്ചിക്കുകയും ചെയ്ത് അഭിയുടെ കരണത്തടിച്ച് അവനെ ആ വീട്ടിൽ നിന്ന് നവ്യ തെരുവിലേക്ക് അടിച്ചു പുറത്താക്കി. നിന്നെപ്പോലൊരു ചതിയന് ഈ പവിത്രമായ തറവാട്ടിൽ സ്ഥാനമില്ല എന്ന് നവ്യ അലറി വിളിക്കുമ്പോൾ അഭിക്ക് തലയുയർത്തി നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. ജലജയും അവന്തികയും ആ തിരിച്ചടി കണ്ട് പകച്ചു നിൽക്കുകയാണ്. എന്തായാലും ചതിയന്മാരെ എല്ലാം പുറത്താക്കിയതോടെ തറവാട് ഇപ്പോൾ വീണ്ടും ശുദ്ധമായി. നയനയുടെയും ആദർശിന്റെയും സത്യസന്ധതയും ത്യാഗവും കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ബോധ്യപ്പെട്ടു. മൂർത്തീസ് ജ്വല്ലറി പഴയതിനേക്കാൾ കരുത്തോടെ വിപണിയിൽ തിരിച്ചെത്തി. ആദർശിന്റെ കഠിനാധ്വാനവും നയനയുടെ പ്രാർത്ഥനയും തുണയായപ്പോൾ മൂർത്തീസ് ജ്വല്ലറി ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ കുതിച്ചുയർന്നു. നയനയും ആദർശും ചേർന്ന് കുടുംബത്തിന്റെ വിളക്ക് വീണ്ടും തെളിയിച്ചതോടെ അനന്തപുരി തറവാട് അതിന്റെ പ്രതാപത്തിലേക്ക് മടങ്ങിയെത്തി. പിന്നീട് അനന്തപുരി തറവാടിനെ ആനന്ദത്തിൽ ആഴ്ത്തിക്കൊണ്ട് അനിയുടെയും നന്ദുവിന്റെയും വിവാഹം നടക്കുന്നു. നന്ദുവും അനിയും തമ്മിലുള്ള ഇഷ്ടം അറിഞ്ഞപ്പോൾ മറ്റാരേക്കാളും സന്തോഷിച്ചത് നവീനായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റാരേക്കാളും ഈ ബന്ധം ആഗ്രഹിച്ച നവീൻ തന്നെയാണ് നന്ദുവിന്റെയും അനിയുടെയും വിവാഹത്തിന് മുൻകൈ എടുത്തത്. ചതിയന്മാരെല്ലാം പുറത്തായതോടെ അനന്തപുരി തറവാട് വീണ്ടും സമാധാനത്തിലായി. അവന്തികയാണെങ്കിൽ നാഗേന്ദ്രനെ വിശ്വസിച്ചിരുന്നത് അയാൾ തന്നെയും തന്റെ കുടുംബത്തെയും സഹായിക്കുമെന്ന് കരുതിയിട്ടായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ നാഗേന്ദ്രൻ തന്നെയും തന്റെ അമ്മയായ ജലജയെയും വെറും കരുക്കൾ മാത്രമായാണ് കാണുന്നതെന്നും ആവശ്യം കഴിഞ്ഞാൽ തങ്ങളെ തള്ളിക്കളയുമെന്നും അവന്തിക മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഒരിക്കൽ നാഗേന്ദ്രൻ തന്റെ ലാഭത്തിനു വേണ്ടി അവന്തികയെ വലിയൊരു നിയമക്കൊരിക്കൽ മനഃപൂർവ്വം ചാടിക്കുമ്പോൾ അവളുടെ കണ്ണു തുറക്കുന്നു. തന്റെ കൂടെ നിൽക്കുന്നുവെന്ന് കരുതിയ അഭിയും സ്വന്തം അച്ഛനായ നാഗേന്ദ്രനോടുള്ള സ്നേഹം കാരണം അവന്തികയെ പോലും ചതിക്കാൻ മടിക്കില്ലെന്ന് അവൾ തിരിച്ചറിയുന്നു. തന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം നാഗേന്ദ്രൻ അഭിക്ക് നൽകുന്നതും താൻ ഇത്രയും കാലം ചെയ്തത് വെറും വിഡ്ഢിത്തരങ്ങളായിരുന്നുവെന്നും അവന്തികയ്ക്ക് ബോധ്യപ്പെടുന്നു. അവന്തിക വലിയൊരു ആപത്തിൽപ്പെടുന്ന സമയത്തും അവളെ രക്ഷിക്കാൻ വരുന്നത് അവൾ എന്നും വെറുത്തിരുന്ന നയനയും ആദർശമായിരിക്കും. നീ ഞങ്ങളെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചാലും നീ ഈ കുടുംബത്തിലെ അംഗമാണ് എന്ന നയനയുടെ വാക്കുകൾ അവന്തികയുടെ ഉള്ളിലെ പകയെ അലിയിച്ചു കളയുന്നു. തന്റെ അമ്മ ജലജ പോലും തന്നെ കൈവിട്ട നേരത്ത് തന്നെ ചേർത്ത് പിടിച്ചത് നയനയാണെന്ന് കാണുമ്പോൾ അവന്തിക ശരിക്കും മാനസാന്തരപ്പെടുകയാണ്. താൻ വിശ്വസിച്ചിരുന്ന നാഗേന്ദ്രനും അഭിയും ചേർന്ന് തന്നെയും അമ്മയും വെറും ഒരു കളിപ്പാവകളാക്കുകയായിരുന്നു എന്ന് അവന്തിക വേദനയോടെ തിരിച്ചറിഞ്ഞു. ആദർശേട്ടന്റെയും നയനയുടെയും സ്നേഹത്തിന് മുന്നിൽ അവന്തികയുടെ ഉള്ളിലെ പക മഞ്ഞുപോലെ അലിഞ്ഞുപോയി. തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവൾ കുടുംബത്തോട് മാപ്പിരുന്നു. അവന്തികയുടെ ഈ മാറ്റം ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് നവീനെയായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയപ്പോൾ അവന്തികയ്ക്ക് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നൽകണമെന്ന് ആദർശും നയനയും ആഗ്രഹിച്ചു. അവന്തികയുമായുള്ള ബന്ധത്തിന് ഇഷ്ടമല്ലാതിരുന്ന നവീൻ പിന്നീട് ആ കല്യാണത്തിന് സമ്മതം മൂളുകയാണ്. അനന്തപുരി തറവാട് സാക്ഷ്യം വഹിച്ച ഏറ്റവും ലളിതവും എന്നാൽ മനോഹരവുമായ ചടങ്ങിൽ വെച്ച് നവീൻ അവന്തികയുടെ കഴുത്തിൽ താലി ചേർത്തു. അനി നന്ദു വിവാഹത്തിന് പിന്നാലെ നടന്ന ഈ മംഗളകർമ്മം തറവാട്ടിലെ
എല്ലാ കൈപ്പേറിയ ഓർമ്മകളെയും മായ്ച്ചു കളഞ്ഞു. ഒരു കാലത്ത് തറവാടിന്റെ നാശം കൊതിച്ചിരുന്ന അവന്തിക നവീന്റെ ഭാര്യയായി ആ വീടിന്റെ ഐശ്വര്യമായി മാറി. ഇനി അനന്തപുരി തറവാട്ടിൽ സന്തോഷത്തിന്റെ നാളുകളാണ്. എല്ലാവരും ഒന്നിക്കുന്ന ഒരു പുതിയ തുടക്കത്തിന് ഇവിടെ തുടക്കമാവുകയാണ്.